ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. കാരണം ഇപ്പം എന്താ പറയുക, ലൈവിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ലോങ് വീഡിയോസ് തന്നെ പിന്നെയും ചെയ്യുമ്പോൾ എല്ലാവർക്കും ബോറാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ കോട്ടയത്താണ് കേട്ടോ. അപ്പോൾ കോട്ടയത്ത് കുഞ്ഞൂസിൻ്റെ വീട്ടിൽ പോയേക്കുവാണ്. ഞങ്ങൾ അവിടെയായിരുന്നു. അപ്പം ഞാനും ചേട്ടായും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി. അന്നേരമുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരിക്കലും തന്നെ സാധാരണ കോട്ടയം എന്ന് പറയുമ്പോൾ നമ്മളൊരു മലയോര പ്രദേശമായിട്ടാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈവനിങ് ടൈമിലൊക്കെ എല്ലാവരും വന്നിരിക്കുക, ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാനും ചേട്ടായും ടുട്ടൂനെയും കൂടെയാണ് പോയത്. ജിത്തു, അപ്പു, അമ്മു ഒക്കെ വീട്ടിലാണ്. പിന്നെ വില്ലാച്ചിയുണ്ട് വീട്ടിൽ, കുഞ്ഞമ്മയുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ആക്കി. അപ്പം അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കോട്ടയത്തൊക്കെ പോയത്. അപ്പം 1K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സെലിബ്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞൂസിൻ്റെ അടുത്ത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരെ കണ്ടാലും പറയും എൻ്റെ മോക്കൊരു ചാനലുണ്ട്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവളെ. കാരണം എന്താ പറയുക, ഒരു ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആരെ കണ്ടാലും ഒന്ന് പറഞ്ഞ് സംസാരിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കാതെ പോവുകയില്ല. അപ്പോൾ അവിടെ തന്നെ ഒന്ന് കേക്ക് മുറിച്ച് കട്ട് ചെയ്തേക്കെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഉണ്ട് വില്ലാച്ചി പറഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് വന്നാലോ, സൂപ്പർ മാർക്കറ്റിൽ പോകണം, ഷാമ്പൂ ഒക്കെ ഒന്ന് വാങ്ങണം, പോയാലോ എന്നോർത്ത് അങ്ങനെ പോയി. ഞങ്ങൾ ജസ്റ്റ് ഷാമ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. കേക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഷാമ്പൂ ഒക്കെ വാങ്ങി വരാമെന്ന് വിചാരിച്ചെന്ന്. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കൊണ്ട് പിള്ളേർക്ക് ബ്രഷ് എടുത്തു. പിന്നെ അവിടെ എനിക്കൊരു സൺസ്ക്രീൻ വാങ്ങിച്ചു തന്നു. പിന്നെ അങ്ങനെ തന്നെ കണ്ടീഷണർ അങ്ങനെയൊക്കെ വാങ്ങിച്ചു വന്നു. പിന്നെ കുറേ ചോക്ലേറ്റ്സും പിന്നെ എന്തൊക്കെയൊക്കെ കുറേ ഐറ്റംസൊക്കെ എടുത്തു കേട്ടോ നമ്മൾ. പിന്നെ ഐസ്ക്രീമും ഒക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ അപ്പൂസും പോകുന്നായിരുന്നു കേട്ടോ. ഞാനും ചേട്ടായിയും വില്ലാച്ചിയും അപ്പൂസും കൂടെയാണ് പോയത്. അപ്പോൾ കുഞ്ഞമ്മയുടെ മോളാണ് കേട്ടോ വില്ല. അപ്പോൾ ഞങ്ങളുടെ ടുട്ടു അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകാന്നപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയി. ടുട്ടുവിനെ കൊണ്ട് നിന്നു. അല്ലെങ്കിൽ ടുട്ടു അവിടെ എല്ലാം വലിച്ചു വാരി വല്ല ബഹളം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ വില്ല പറഞ്ഞു ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുവാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് കേക്ക് മുറിക്കാനൊക്കെ ആയിട്ട് പോവാണ്. ഇതാണ് കേട്ടോ കേക്ക്. ചെറിയൊരു കേക്കാണ് കേട്ടോ. വലിയ സെലിബ്രേഷൻ ഒന്നും ചെയ്യാനുള്ള ഒത്തിരി സാമ്പത്തിക സ്റ്റേജിലല്ല നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ 1K സബ്സ്ക്രൈബായി. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേരെ ഓർക്കേണ്ട ഒരു ഈ സമയത്ത് കേട്ടോ. ഒത്തിരി പേര് ലൈവിലാണെങ്കിലും വന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കെല്ലാവർക്കും താങ്ക് യു കേട്ടോ. അതുപോലെ നമ്മുടെ കുഞ്ഞൂസും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏഞ്ചൽ എന്നാണ് പേര് ചാനലിൻ്റെ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓട്ടപ്പാച്ചിലും കഷ്ടപ്പാടൊക്കെ ആയിരുന്നു, കൊച്ചുമക്കളെ നോട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്നാ പറയുക, ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയൊരു വ്യക്തിയാണ് നമ്മുടെ കുഞ്ഞൂസ്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആണ് വീട്ടിലിരിക്കുവാണ്. അങ്ങനെ കുഞ്ഞമ്മ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ചാനൽ തുടങ്ങി കൊടുത്തു. പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാട്ടും കോമഡിയൊക്കെ ചെയ്യുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ എന്തായാലും ഒരു ചാനൽ ഉണക്കി ആരെന്ത് പറയുന്നത് നോക്കണ്ട, ഞാൻ കുഞ്ഞമ്മയുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞമ്മ ഒരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞൂസിൻ്റെ ചാനൽ. എല്ലാവരും നോക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1Kയുടെ നമ്മളൊരു ചെറിയ ആഘോഷമൊക്കെ നടത്തി. ഹാപ്പി ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞൂസും വില്ലാച്ചി, അപ്പു, അമ്മു എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ അടിപൊളിയായി, ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഹാപ്പിയായി കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പൂസ് കരഞ്ഞു. അപ്പൂസിന് എന്താ പറയുക, അതിനകത്ത് 2 ചെറി ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് 2 വന്നപ്പോഴത്തേക്കും കുഞ്ഞൂസും വില്ലാച്ചി എടുത്ത് തിന്നു. അതുകൊണ്ട് കുഞ്ഞിന് ഭയങ്കര പിണക്കമായി. അപ്പോൾ അങ്ങനെ കരഞ്ഞു കേട്ടോ. പിന്നെ ഈ അവനെ സമാധാനപ്പെടുത്താൻ ഭയങ്കര ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കും കേട്ടോ. അപ്പൂസിനെ കൊണ്ട് ഞങ്ങൾ മുറിച്ച് കഴിഞ്ഞൊന്നുകൂടെ മുറിപ്പിച്ചു കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വിഷമമായി പോകുന്നു, അവനെ കൊണ്ട് മുറിപ്പിച്ചില്ലല്ലോ എന്ന് കരുതി. പിന്നെ എല്ലാവരും കൊച്ചുങ്ങളെ ചോദിച്ചായിരുന്നു കാണിക്കാൻ പറഞ്ഞത്. അപ്പൂസും അമ്മുവാണ് നിൽക്കുന്നത്. അപ്പൂൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് അവൻ്റെ മമ്മിയാണ് കേട്ടോ. അതായത് വില്ലാച്ചിയാണ്, കുഞ്ഞമ്മേൻ്റെ മോളാണ് കേട്ടോ. അത് ഞാനും അവളും കൂടെ നിന്ന് എൻ്റെ മോളാന്നേ പറയുള്ളൂ. അത്ര കുഞ്ഞാണ്, അത്ര ഹൈറ്റേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടുട്ടുവും ജിത്തുവും ഇപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയൊക്കെ ഉണ്ട്.
അപ്പോൾ അവരെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും പിള്ളേരെ ചോദിച്ചവരൊക്കെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് പേര് പിള്ളേരെ കാണിക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിള്ളേർ മറ്റേ പഴയ വീഡിയോസിലൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഇത് ടുട്ടു ആണ് കേട്ടോ. ടുട്ടുവും ചേട്ടായിയാണ്. അപ്പം അങ്ങനെ ടുട്ടുവിനെയും കാണിച്ചു. പിന്നെ ജിത്തൂട്ടി അവിടെ വീഡിയോ എടുക്കലൊക്കെയാണ്. അടയ്ക്കോ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കലും ഭയങ്കര പരിപാടിയൊക്കെ നടക്കും കേട്ടോ. അപ്പം അങ്ങനെ ഇതാണ് പിള്ളേരൊക്കെ. ടുട്ടുവും ജിത്തുവും അപ്പു അമ്മു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെറിയ കേക്കൊക്കെ മുറിച്ച് തകൃതിയായിട്ട് ഞങ്ങളുടെ ഒരു ചെറിയ 1K ആയതിൻ്റെ ഒരു ആഘോഷം. ഇപ്പാണ് നമ്മുടെ അപ്പുസുധാ കരയുന്നു. മക്കളെ കണ്ടോ, എനിക്ക് കേക്കിൻ്റെ ചെറി കിട്ടിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മുന്നോട്ടേക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ വാവച്ചിയാണ് കേട്ടോ. നമ്മുടെ വാവച്ചിനെ എല്ലാവരും മിസ് ചെയ്തോ? അതുകൊണ്ട് എല്ലാവരും വീഡിയോ എടുക്കുന്ന ഭയങ്കര തിരക്കിലാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.